നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര കാലമാണല്ലോ, കലയരങ്ങിൻ്റെ ദിവസവുമാണ്. തിരുവാതിരയ്ക്ക് നിർബന്ധമായും ഉണ്ടാക്കുന്ന ഒരു വിഭവം ഞാൻ അവതരിപ്പിച്ചു, എട്ടങ്ങാടി. ഇനി തിരുവാതിര വ്രതത്തിൻ്റെ സമാപനം നീങ്ങുന്നത് പാതിരാപ്പൂച്ചൂടലൊക്കെ കഴിഞ്ഞ് വന്ന് ഗണപതി ചൊല്ലി കളിച്ച് സരസ്വതി ചൊല്ലി കളിച്ചതിന് ശേഷം മംഗലാതിര പാടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ മംഗലാതിര ഇതൊരു കഥയാണ്. എന്താണ് ആ കഥ എന്നല്ലേ? ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു. ചെറുപ്പം തൊട്ടേ പാർവതീദേവിയെ പൂജിച്ചിരുന്ന പാർവതീദേവിയുടെ ഒരു ഭക്തയായിരുന്നു ആ പെൺകുട്ടികൾ. ഒരു വൈദികൻ്റെ മകളാണേ. വേളിയൊക്കെ കഴിഞ്ഞു. പുലകുടി കല്യാണം എന്ന് വെച്ചാൽ വേളി കഴിഞ്ഞ അടുത്ത ദിവസമായിട്ടേ ഉള്ളൂ. ആ സമയത്ത് എന്തിനു പറയണു, എന്തോ കാരണവശാൽ ആ കുട്ടിയുടെ ഭർത്താവ് അങ്ങോട്ട് മരിച്ചു. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അലമുറയിട്ട് കരഞ്ഞില്ലേ ഈ നവവധു. ആ കരച്ചിൽ ശ്രീകൈലാസത്തിലെ പാർവതീദേവി കുളിയൊക്കെ കഴിഞ്ഞ് മുല്ലപ്പൂമാലയൊക്കെ ചാർത്തി തന്നെ കേശാലങ്കാരം നടത്തുമ്പോഴാണ് ഈ മുറവിളി കേട്ട വഴിക്ക് മാമലർമങ്ക, അതായത് ഹിമാലയത്തിൻ്റെ മകളായ പാർവതീദേവി വിടുന്ന ഈ കരച്ചിൽ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലുമാണല്ലോ. നോക്കുമ്പോഴെന്താ, തൻ്റെ ഭക്തയായ ആ വേദകന്യക കരയാണ്. ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. ഈയിടെ കല്യാണം കഴിഞ്ഞ പുത്തുമോടിക്കാരെ കുളികുടി കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, എന്ന് വെച്ചാൽ മറുപടി കുടിവയ്പ്പ് പോലും കഴിഞ്ഞിട്ടില്ല. പാർവതിക്ക് ആകെ സങ്കടമായി, വിഷമായി. വേഗം അങ്ങോട്ട് ചെന്നു മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചങ്ങാതിയായിട്ടുള്ളതാ പെൺകുട്ടിയുടെ വേളി തിന്നാൾ കഴിഞ്ഞേ ഉള്ളൂ, കർമ്മവിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഇനി മുതൽ അവൾ വിധവയായി ജീവിക്കേണ്ടി വരുമല്ലോ. വിധവകളുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളാണ് പിന്നെ പാർവതി എണ്ണി പറയണത്. നനഞ്ഞ് ഈറൻ കൊടുക്കണം. ആ പെൺകുട്ടി ഈറൻ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ മഹാദേവ എന്ന്. പിന്നെയോ ആ കുട്ടി ഓലത്തടിക്കൽ കിടന്നുറങ്ങണത്രേ. വിധവയല്ലേ, ഞാനും ഇനി ഓലത്തടിക്ക് തന്നെ എനിക്കുള്ളൂ. ഞാനും അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നീ കാർകൂന്തലൊക്കെ അഴിച്ചിട്ട് കൊണ്ട് വേണം നടക്കാൻ. കെട്ടി അലങ്കരിക്കാനൊന്നും പാടില്ല. ഞാനും ഇനി എൻ്റെ പൂഞ്ചായലൊന്നും കെട്ടി അലങ്കരിക്കുക ഒന്നും ചെയ്യില്ല. എൻ്റെ ഭക്തയായൊരു പെൺകുട്ടി അതാ ഭർത്താവ് മരിച്ചു കിടന്ന് അലമുറയിട്ട് കരയുന്നത്. പിന്നെ ആ കുട്ടീനെ കണവനെ ഇണ തീണ്ടുകയില്ല, ഞാനും തിരുമേനി തീണ്ടുകയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മഹാദേവനോട് പറയുക. മഹാദേവൻ ആകെ വിഷമായി, കഷ്ടമായില്ലോ. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് അധികമായിട്ടില്ല, ഭർത്താവ് മരിച്ചു, ഒരു വിധവയായി ഇനി ഉള്ള കാലം ജീവിക്കണ്ടേ. പക്ഷേ ശ്രീ പരമേശ്വരൻ കാലപുരത്തേക്ക് ഒന്ന് നോക്കി. കാലനാണല്ലോ ഈ ജീവനൊക്കെ എടുത്തുകൊണ്ട് പോകണം എല്ലാവരുടെ. നോക്കിയപ്പോഴേ ഉടനെ തന്നെ കാലനൊരു ചെറിയ ഭയം വന്നു. കാലനെ പണ്ട് മഹാദേവൻ ദേഷ്യം വന്ന് കാമദേവനെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിച്ച കഥയോർമ്മ വന്നു. വേഗം തന്നെ ആ പെൺകുട്ടിയുടെ ആ നവവധുവിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഒരു എരിക്കിലയിൽ കൊണ്ട് തിരുമുമ്പിൽ കൊണ്ടുവന്നു വെച്ചു എന്നാണ് പറയുന്നത്. കൊന്നയുടെ ഇല കൊണ്ടങ്ങോട്ട് അടച്ചു വെച്ചു, മഹാദേവനെ ഏൽപ്പിച്ചു. മഹാദേവൻ അതെടുത്ത് മന്ത്രം ചൊല്ലി വെള്ളം തെളിച്ചപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ ആ നവവധുവിൻ്റെ നവവരൻ എഴുന്നേറ്റിരുന്നു. ജീവൻ തിരിച്ചു കിട്ടി. പാർവതി പൂജ ചെയ്യുന്നതിൻ്റെ ഒരു മഹിമയാണ് ഈ പറയുന്നത്. ഉടൻ തന്നെ മഹാദേവൻ പാർവതിയോട് പറഞ്ഞു, നിൻ്റെ ചങ്ങാതിയായവളുടെ കണവനെ ഞാൻ ഉണ്ടാക്കി, നീ പോയി കാണുക എന്ന്. പാർവതീദേവിയും തോഴിമാരും ഒക്കെ കൂടെ പോയി ചെന്നപ്പോൾ വാടിക്കിടക്കുന്ന കന്യകയെയാണ് കണ്ടത്. വാരിയെടുത്തു. ദാ നിൻ്റെ കണവനെ എഴുന്നേറ്റിരിക്കുന്നല്ലോ. ആര് പറഞ്ഞു മരിച്ചു പോയി എന്ന്? നീ നിൻ്റെ ഭർത്താവിനെ കാണ്
എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഭർത്താവുമായിട്ട് ഒരുമിച്ചിരുന്നു. കന്യകയ്ക്ക് വേണ്ടുന്ന വരങ്ങളൊക്കെ നൽകി. ഭർത്താവുമായിട്ട് സുഖിച്ചിരിക്കൂ, അർത്ഥവും പുത്രരൂപയായിട്ട് സുഖിച്ചിരിക്കൂ എന്നനുഗ്രഹിച്ചുകൊണ്ട് ശ്രീകൈലാസത്തിലേക്ക് തിരിച്ചു പോന്നു എന്നുള്ളൊരു കഥയാണ് മംഗലാതിര. ഈ മംഗലാതിര എനിക്കറിയണ വിധത്തിലൊന്ന് പാടട്ടെ. ഇത് തിരുവാതിര യജ്ഞത്തിൻ്റെ നിർബന്ധമായും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് മംഗലാതിര പാടി കളിക്കൽ. മംഗലയാതീര നൽപുരാണം എങ്കിലോ കേട്ടാലുമുള്ള വണ്ണം പണ്ടോരു ത്രേതായുഗത്തിങ്കലെ ഉത്തമനായോരു വേദികന് വെണ്മയിൽ കന്യകയും ജനിച്ചു. അകന്യാകാലേ ചെറുപ്പത്തിലെ പൂരങ്കുളിച്ചവൾ നോറ്റിരുന്നു. ബുദ്ധി തെളിഞ്ഞവൾ പൂജ ചെയ്തു. പാർവതി വാഴ്ക വാഴ്കെന്നു ചൊല്ലി കൊങ്ക കൂളിർത്തു വരുന്ന കാലം ഉത്തമനായോരു വൈദികനും വന്നിട്ടു കർമ്മവിവാഹം ചെയ്തു. പുളികൂടി കല്യാണം കഴിയും മുൻപേ ഈശൽ കൂടാതെ വന്നന്തകനും വൈദികൻ തന്നോയേർ കൊണ്ടുപോയി. കഷ്ടമീതെന്നു മൂറതൊടങ്ങി. കഷ്ടമീതെന്നു മാലോകർ ചൊല്ലി. ശ്രീകൈലാസത്തിൽ മൂറ മുഴങ്ങി. മാമാല മംഗമാനം തെളിഞ്ഞ് പൂമോടി മാലകൾ ചൂടും നേരം കന്യകാരഞ്ഞുള്ളോരൊച്ച കേട്ടു. കയ്യിലെ മാലയും താനെറിഞ്ഞു. നീലകണ്ഠൻ തിരുകാൽക്കൽ ചെന്നു. നീലകണ്ഠനോടരുളി ചെയ്തു. ഇന്നലെ കർമ്മവിവാഹം ചെയ്തു. ഇന്നവൾ കണവൻ്റുയിരും പോയി. ഇന്നവളിറന്നാന ചൂടുക്കിൽ ഞാനും നാനച്ചു പിഴിഞ്ഞോടുക്കും. ഇന്നവൾ കൂന്തൽ നീല തേടുകിൽ ഞാനുമെൻ പൂഞ്ചായൽ കെട്ടുകില്ല. ഇന്നവൾ കണവനീണാഭിരികിൽ ഞാനും തിരുമേനി തീണ്ടുകില്ല. ഇന്നവളോല തടുക്കിലെങ്കിൽ ഞാനുമിന്നോല തടുക്കിൽ തന്നെ.
പാർവതി വാക്കിനെ കേട്ടു നാഥൻ കാലപൂരത്തേക്കു നോക്കി ദേവൻ. കാലനുമപ്പോൾ ഭയം തുടങ്ങി കൊണ്ടാടിക്കൊണ്ട മാലരമ്പനെ ചുട്ടുപോരിച്ചതുമോർത്തു കാലൻ. എരിക്കില തന്മേലങ്ങേറി നിന്നു അമൃതു കൊണ്ടപ്പോഴെ ജീവിപ്പിച്ചു. കൊന്നേല കൊണ്ടങ്ങടച്ചും വച്ചു. ചങ്ങാതി കണവനെയുണ്ടാക്കി ഞാൻ. നീ ചെന്നു കാൺക കാൺകെന്നരുളി ചെയ്തു. മാമാല മങ്കയും തോഴിമാരും കന്യാഗ്രഹത്തിലെഴുന്നള്ളിട്ട് വാടിക്കിടന്ന മാലർ കന്യയെ വാരിയെടുത്തു മാടിയിൽ വെച്ചു. വെള്ളം താളിച്ചു മുഖം തുടച്ചു. കന്യയ്ക്കു വേണ്ടും വരം കൊടുത്തു. കന്യയും കന്യയുടെ കണവൻ താനും ശ്രീകൈലാസത്തിൽ സുഖിച്ചു വാണു. പുളികൂടി കല്യാണമാഘോഷിച്ചു. ഇപ്പാട്ടു പാടുന്ന മംഗമാർക്കും കൂടെ കളിക്കുന്ന തോഴിമാർക്കും മംഗല്യബാധ വാരികയില്ല. അർത്ഥവും പുത്രരും ബന്ധുക്കളും ഭർത്താവുമായി സുഖിച്ചിരിക്കാം. നിലയായി വാഴ്ക നേടുമംഗല്യം. നിലയായി വാഴ്ക നേടുമംഗല്യം. ഈ പാട്ടാണ് മംഗലാതിര എന്ന പേരിൽ പാടുന്നത്. അതായത് പാർവതി പൂജ ചെയ്യുന്നത് കൊണ്ട് മരിച്ചുപോയ ഭർത്താവിനെ തിരിച്ചു കിട്ടിയ വേദികൻ്റെ കന്യയുടെ നവവധുവിൻ്റെ കഥയാണ് ഇതിലുള്ളത്. എല്ലാവരും ഈ തിരുവാതിരക്കാലത്ത് മംഗലാതിര പാടിയിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും നിലയായി വാഴ്ക നേടുമംഗല്യം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. എല്ലാവർക്കും നന്ദി. കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ കേട്ടോ, 1000 വീഡിയോകളൊക്കെ കഴിഞ്ഞു എൻ്റെ ഈ ചാനൽ. മഹാഭാഗ്യം.